ഏയ്, നീ ദീപ ചേച്ചി സ്നേഹിക്കുന്ന ചെക്കനെ കണ്ടോ? ചെക്കനല്ല, ഏട്ടനാ. നമ്മളെക്കാള് 7 വയസ്സിന് മൂത്തതാ. എനിക്ക് അവനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ ചെറുക്കന്റെ ഫോൺ നമ്പർ കിട്ടോ? അങ്ങേരുടെ അടുത്ത് ഫോണൊന്നുമില്ല. ഹായ്, അതെ, എൻ്റെ പേര് അശോക്. ഈ ഓപ്പോസിറ്റ് ഫ്ലാറ്റില് മിസ്റ്റർ അവിനാഷ് ഇല്ലേ? അദ്ദേഹത്തിനെ കാണാൻ വന്നതാ. എവിടെയോ പുറത്ത് പോയിരിക്കാൻ തോന്നുന്നു. നിങ്ങളുടെ വീട്ടിൽ അദ്ദേഹം വരുന്നവരെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാവോ, ഇഫ് യു ഡോണ്ട് മൈൻഡ്? യാ ഷുവർ, വരൂ. താങ്ക് യു. ഡിസംബർ 21-ാം തീയതിക്കും ഇതിനുള്ള ഡിസ്റ്റൻസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ കോൾ സെന്റിമീറ്റർ വളരെ വളരെ കുറവാണ്. അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡിഗ്രിയിലും 10% ഇഫ് യു ഡോണ്ട് മൈൻഡ്, കുറച്ച് വെള്ളം കിട്ടുമോ കുടിക്കാൻ? ദാഹിക്കുന്നു. തന്നെ തോന്നും. ആ വ്യാഴൻ കോൾ നമ്മൾ ഭൂമിയിലിരുന്ന് നോക്കുമ്പോൾ 88.6 കോടി കിലോമീറ്റർ അകലെയാണ് ഉള്ളത്. ആ ശനിക്കോൾ നോക്കുമ്പോൾ 1600 കോടി കിലോമീറ്റർ അകലെയാണ് അവിടെ നിന്നുള്ളത്. ഇതിന്റെ ഡിസ്റ്റൻസ് നോക്കുമ്പോൾ 23 കോടിക്കും കൂടുതലാണ് അകൽച്ചയുള്ളത്. എടീ, പുറത്താരാൻ നോക്ക്. ഞാൻ ബാത്റൂമിലല്ലേ. നമ്മള് പറഞ്ഞ ഒരാഴ്ച ആയാലും കേൾക്കില്ല. പക്ഷെ ഇവര് പറഞ്ഞ മാത്രം സ്വിച്ച് ഇട്ടതുപോലെ നമ്മൾ പോയി നിക്കണം പോലും. എടീ, വേണ്ട, ഞാൻ നോക്കിക്കോളാം. സോറി മോനെ. ഇറ്റ്സ് ഓക്കെ സർ. മിസ്റ്റർ കുമാർ, ഞാനാ. നിങ്ങൾക്കൊരു കൊറിയ വന്നിട്ടുണ്ട് സർ. സർ, സൈൻ തരൂ. താങ്ക് യു. ആ, തോരിയിട്. അയ്യോ, ഛെ. ഞാനിവിടെ കിടന്ന് ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നത് കാണുമ്പോ നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടല്ലേ? പൊട്ട ഫോണോ? എടി, അവിടെ വികൃതി കണ്ടില്ലേ? ഇവരായിരുന്നോ? ഹലോ, എപ്പോഴാ? ശരി, ഞാൻ പെട്ടെന്ന് തന്നെ എത്താം. നമസ്കാരം സാർ. ഇപ്പോഴാണോ വരുന്നത്? ഞങ്ങളുടെ ജോലി ഇവിടെ കഴിഞ്ഞു. സാമ്പിൾസ് എടുത്ത് ലാബിലേക്ക് പോവാണ്. സംശയത്തൊക്കെ ഉണ്ടെന്തെങ്കിലും? ടിപ്പിക്കൽ സ്ട്രാങ്കിൾ ആൻഡ് ഡെത്ത് ആണ് കുമാർ. അകത്ത് വിവേക് ഉണ്ട്. നിങ്ങൾക്ക് കേസ് ഡീറ്റെയിൽസ് ഒക്കെ അവൻ എക്സ്പ്ലെയിൻ ചെയ്യും. ശരി, എന്നാ കാണാം. ശരി. ഇപ്പോഴല്ലേ സംസാരിച്ചേ? ഹലോ സാർ. സാർ, ഞാൻ സ്പോട്ടിലാണ് സാർ. റീച്ച് ആയോ? മീഡിയൊക്കെ മണപ്പിച്ച് വരുന്നതിന് മുൻപ് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിക്കോളൂ. ഓക്കെ സാർ. ഫീമെയിൽ വിക്ടിം ആയതുകൊണ്ട് കുറച്ച് കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യണം. പിന്നെ ഇൻവെസ്റ്റിഗേഷൻ ഒരു സപ്പോർട്ടിന് വേണ്ടി ഫീമെയിൽ SIനെ ഞാൻ അയച്ചിട്ടുണ്ട്. കൂടെ തന്നെ നിന്നൊന്ന് അബ്സർവ് ചെയ്യട്ടെ. നിങ്ങൾക്കൊരു സഹായമാവട്ടെ. ഓക്കെ സാർ. ഇവർക്കൊരു 25-26 വയസ്സ് കാണില്ലേ രാമസ്വാമി? അതെ സാറേ, വളരെ ചെറുപ്പമാണെന്നാണ് ഈ തോന്നുന്നത്. കുട്ടിയുടെ മൊബൈലാണ്. സാർ, ഇവർ ജെനിഫർ. കേസിന് സപ്പോർട്ടായി കിട്ടുന്ന DCP അയച്ചതാ. ഹലോ സർ. ആ, ഫസ്റ്റ് കേസ് ആണോ? നോ സർ, ഇറ്റ്സ് മൈ 4th കേസ്. പക്ഷേ ഡെത്ത് ആൻഡ് വേൾഡ് ഫസ്റ്റ് കേസാ. വിവേക്, ഒന്ന് ബ്രീഫ് ചെയ്യാവോ? ഷുവർ സർ.
സർ കൊലയാളി മെയിൻ ഡോർ വഴി കൂടെ വന്നിട്ടുണ്ടാവണം. I guess she should had a last breath in the air, and I think she just dropped out on the floor. എന്തെങ്കിലും തെഫ്റ്റോ അല്ലെങ്കിൽ റേപ്പ് എവിഡൻസോ ഉണ്ടോ? ഇല്ല സർ, അതുപോലെ ഒരു എവിഡൻസും ഇല്ല. ആൻഡ് മോർ ഓവർ കണ്ടോ സർ, വീട് മൊത്തം ഫിംഗർ പ്രിന്റ്സ് ഉണ്ട്. ഇപ്പോഴാണ് എൻ്റെ ടീം എല്ലാം വന്ന് നോക്കിയിട്ട് പോയത്. തെഫ്റ്റ് അല്ല, റേപ്പും ചെയ്തിട്ടില്ല. സാറ് ഇതാരോ പകരം വീട്ടാൻ വേണ്ടി ചെയ്തതുപോലെയാണ് തോന്നുന്നത്. നോ, അതിനൊരു സാധ്യതയുമില്ല സർ. എങ്ങനെയാ പറയുന്നേ? ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോ ഈ കുട്ടിക്ക് ഫ്രണ്ട്സ് ആയിട്ടും എനിമീസ് ആയിട്ടും ആരുമില്ല സർ. പുറം ലോകമായിട്ട് വലിയ കോണ്ടാക്ട് ഒന്നും ഇല്ലെന്നാ തോന്നുന്നത്. ഇൻഫാക്ട് ഈ കുട്ടിയെ അറിയാവുന്നവര് വളരെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇവരെ കുറിച്ചുള്ള ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ അന്വേഷിച്ചോ? അല്ല, ഫസ്റ്റ് ഓഫ് ഓൾ ഇവരുടെ പേരെന്താ? സർ ഇയൽന സർ. ഈയല്ലോ, ഡിഫറെന്റ് ആണല്ലേ? ഇറ്റ്സ് എ പെൻ നെയിം സർ. ഈ പേരിലാണ് അവള് ബുക്സ് ഒക്കെ എഴുതിക്കൊണ്ടിരുന്നത്. ബേസിക്കലി ഷീസ് ആൻ ഓഫൻ സർ. വളർന്നതൊക്കെ സേവിയർ ആശ്രമത്തിലാ. അവിടെ ഉള്ളവർ ഇവൾക്ക് വെച്ച പേര് കൃപന. ആഫ്റ്റർ സ്കൂൾ അവൾ ആശ്രമത്തിൽ നിന്ന് പുറത്ത് വന്നിട്ട് ആ പേരും ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇൻട്രസ്റ്റിംഗ്. ഗുഡ് വർക്ക് ജെനിഫർ സർ. ജെനിഫർ. ഗുഡ് വർക്ക് ജെനിഫർ. കുറെ ബാക്ക്ഗ്രൗണ്ട് വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ? ബിൽഡിംഗ് ഇൻചാർജിനെ ഒന്ന് വിളിച്ചേ. CCTV ഫുട്ടേജും ചെക്ക് ചെയ്യണം. ഞാൻ ഓൾറെഡി സംസാരിച്ചു സർ. പുറത്തന്നെ ഉണ്ടെന്ന്. ഒരു 20 മിനിറ്റ്സിൽ വരാന്നാ പറഞ്ഞത്. ഓ